ഹലോ ഗൈസ്, തട്ടിക്കുട്ട് വട്ടന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൈസ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്റെ പാടവും പറമ്പുമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഗൈസ് കണ്ടോളൂ എന്റെ 40 ഏക്കർ പാടം. അയ്യോ ഗൈസ്, ഒരു വേട്ടാവളി അവിടെ ഒന്ന് ഒളിഞ്ഞു നോക്കി കൊടുക്കും. ഗൈസ് വളരെ ബുദ്ധിമുട്ടായ വിഷയമല്ലോ, ക്ഷമിക്കണം ഗൈസ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാം ഗൈസ്. പാടവും പറമ്പും പോലും സർക്കാർ കൊടുത്ത 3 സെന്റിലാണ് കിടക്കണത്. ഹലോ ഗൈസ്, ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്റെ പാടത്തും പറമ്പിലും നിൽക്കുന്ന ഏറ്റവും നല്ല അപൂർവ ഒരു സസ്യത്തിന്റെ ഔഷധ സസ്യമാണ്. അഗസ്റ്റാർ വനത്തിൽ പോലും കാണാത്ത അപൂർവ ഇനം ഒരു സസ്യത്തെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നു. ഗൈസ് കണ്ടോളൂ ഗൈസ്, ഇതാണ് സസ്യം. ഗൈസ് കണ്ടോളൂ, ഔഷധ സസ്യം. ഇത് തോരൻ വെച്ച് കഴിച്ചാൽ ക്യാൻസർ രോഗം വരെ മാറും. ഗൈസ് നാട്ടപ്പൂച്ചെടിയാണ്ടാ ഇതൊക്കെ ആൾക്കാർ കുറച്ച് തോരൻ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഒരു വയറുള്ള കൂടി ചാവും. എടുത്ത പാടാ പണ്ടാരടങ്ങാണ്ടി വന്നിരുന്നത് എങ്ങനെ ജീവിച്ചപ്പെട്ടു പോവുകയാണ് അവിടെ. വളരെ വിഷമത്തിലാണ് ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, എന്റെ കുട്ടിക്കാലത്ത് ഗൈസ് ഈ തെങ്ങിന്റെ ചുവട്ടിൽ ഞാൻ വന്നിരിക്കും ഗൈസ്. എന്റെ വിഷമങ്ങളല്ല ഈ തെങ്ങിനോടാണ് ഞാൻ പറയുന്നത് ഗൈസ്. കഴിഞ്ഞ മാസം തെങ്ങിന്ന് ചത്തിട്ട് പോലും എവന്റെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് വന്നില്ല. അവനാണ് ഈ മണ്ട പോയ തെങ്ങി നോക്കി കിടന്ന് കണങ്ങണാ കരയണത്. എടുത്ത് പോടാ. തോട് കണ്ടോ ഗൈസ്, എന്റെ വീട്ടിന്റെ പറമ്പിലൂടെ ഒഴുകുന്ന ഒരു തോടാണ് ഗൈസ്. ഇതിന്റെ കളകള ശബ്ദം കേട്ടാണ് ഗൈസ് ഞാൻ ഉണരുന്നത് ഗൈസ്. ഇതിലെ മീൻ കഴിഞ്ഞ പ്രാവശ്യം 6 കിലോ വരാലിനെ പിടിച്ച് ഞാൻ കറി വെച്ച് കഴിച്ചു. ഒപ്പം ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ഇവിടെ അടുത്തുള്ള ഗൈസിന് കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു ഗൈസ്. ഇത് ഇവൻ പറഞ്ഞ അത്രയും നുണയാണ്. കാരണം ഉപ്പ് വാങ്ങിക്കാൻ പോലും അവന്റെ കയ്യിൽ പൈസ ഇല്ല. പിന്നീട് ഇവൻ മുളകൊക്കെ ഇട്ട് അവൻ വറുത്ത് കൊടുത്താന്ന് പറയണ ചുമ്മാ പൂടു. ഇത് മൊത്തം കൂത്താടി തളം കെട്ടി കിടക്കുന്ന വെള്ളമാണ്. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഞാൻ ബ്ലോഗ് നിർത്തുന്നു ഗൈസ്. ചത്തിട്ട് ബ്ലോഗ് ചെയ്യാം ഗൈസ്.